നമസ്കാരം. ഫ്രാഗ്രൻസ് മലയാളത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കുറച്ച് മഴക്കാല ഫ്രാഗ്രൻസുകളെ പറ്റി പറയാനായിട്ടാണ്. മഴക്കാലത്ത് ഏതൊക്കെ ഫ്രാഗ്രൻസുകളാണ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്? നല്ല മഴ ഇപ്പം ജൂണിലങ്ങ് പെയ്യാൻ തുടങ്ങും, നേരത്തെ തുടങ്ങി. എന്നാലും നല്ല മഴയത്ത് അടിക്കാൻ പറ്റിയ കുറച്ച് പെർഫ്യൂംസ് നമുക്ക് പരിചയപ്പെടാം. നമുക്ക് ആദ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഓപ്ഷൻസിൽ നിന്ന് തന്നെ തുടങ്ങാം. അത് കഴിഞ്ഞിട്ട് ഡിസൈനർ, പിന്നീട് നീഷ്, ആ രീതിയിൽ അങ്ങ് പോവാം കേട്ടോ. അപ്പം നമുക്ക് ഇത് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക. എല്ലാത്തിൻ്റെയും ലിങ്കും കാര്യങ്ങളും ഒക്കെ കൊടുക്കാനായിട്ട് പാടാണ്. നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക. ഞാനിപ്പം എൻ്റെ പേഴ്സണൽ യൂസിന് വേണ്ടി മേടിക്കുന്ന പെർഫ്യൂംസ് ഇതെല്ലാം, അല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റിൻ്റെ പുറത്ത് മേടിക്കുന്ന, അല്ലാതെ എനിക്ക് ഇവരൊന്നുമായിട്ട് യാതൊരു ബന്ധവുമില്ല. നിങ്ങളത് സെർച്ച് ചെയ്ത് നോക്കി ട്രസ്റ്റബിൾ ആയിട്ടുള്ള സോഴ്സ് ഏതാണെന്ന് വെച്ചാൽ അവിടെ നിന്ന് വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യമായിട്ട് പാരിസ് കോർണറിൻ്റെ കയർ പിസ്താഷ്യോസ് എന്ന് പറയും. ഈ സാധനം പിസ്താഷ്യോ എന്നേ ഉള്ളൂ, കയർ പിസ്താഷ്യോ. അപ്പം ഇത് നമ്മുടെ കയാലിയുടെ മറ്റേ പിസ്താഷ്യോയുടെ ക്ലോണാണ്. പിസ്താഷ്യോ എന്ന മറ്റേ അതിന്റെ ക്ലോണാണ്. സോറി, ഞാൻ രണ്ട് ടെസ്റ്റ് സ്ട്രിപ്പ് എടുത്തോട്ടെ. ഇത് ഒരു കൈൻഡ് ഓഫ് ഗുർമണ്ടിഷ് ഫ്രാഗ്രൻസ് ആണ്. നല്ല രീതിയിൽ ഇത് കോംപ്ലിമെന്റ്സ് പുള്ള് ചെയ്യുന്ന സാധനം കേട്ടോ. അറ്റോമൈസർ ഒക്കെ നല്ല കിട്ടില്ല. ഞാനിത് റിവ്യൂ ചെയ്തിട്ടില്ല, ഞാൻ റിവ്യൂ ചെയ്തോളാം കേട്ടോ. ഇപ്പം ഭയങ്കര യമ്മിയാണ്. സ്വീറ്റ് വനില കൈൻഡ് ഓഫ് വുഡി ഫ്രാഗ്രൻസ് ആണ് ഈ സാധനം. ഒരു വനില ആൻഡ് വുഡി ടച്ച് ഉണ്ട്. ഇതിന്റെ ടോപ്പ് നോട്ടിൽ വരുന്നത് പിസ്താഷ്യോ, ഐസ്ക്രീം, ബെർഗമോട്ട്, ഹേസൽനട്ട്, കാഡമം, റം, ഇത്ര സാധനം അവർ പറയുന്നത്. ഇതിനകത്ത് എനിക്ക് കിട്ടുന്നത് പിസ്താഷ്യോസും കാഡമും കിട്ടുന്നുണ്ട്. ടൈപ്പ് ഓഫ് ക്രീമി നോട്ട് കിട്ടുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് അത് ഐസ്ക്രീം ആണെന്ന് തോന്നുന്നത്. പിന്നെ മിഡിൽ നോട്ടിൽ പെയർ, ജാസ്മിൻ, പിയോണി, റാസ്ബെറി, വൈറ്റ് പീച്ച്, ജെറേനി. ഇതിനകത്ത് പിയോണി എന്ന് പറയുന്ന സാധനം ഞാൻ ജന്മത്ത് മണത്തിട്ടില്ല. എന്തുവാന്ന് എനിക്ക് അറിയത്തുമില്ല. ചിലപ്പോൾ മണത്തിട്ടുണ്ടാവും, നമുക്ക് അറിയത്തില്ല, അതിൻ്റെയായിരിക്കും. വിപ്ഡ് ക്രീം, മാർഷ്മെല്ലോ, കോട്ടൺ ക്യാൻഡി, ടോങ്കബീൻ, സെഡർ വുഡ്, ഇതൊക്കെയാണ് ബേസിൽ വരുന്നത്. എന്നിരുന്നാലും ഇത് നമ്മുടെ കയാലിയുടെ പിസ്താഷ്യോസിന്റെ ക്ലോണാണ്. പക്ഷേങ്കിൽ ഇത് നല്ല ബ്യൂട്ടിഫുള്ളി ഡൺ ആണ്. ഇതിന്റെ ആ വുഡി ബേസ് ഒന്ന് എൻഹാൻസ് ചെയ്തത് കാരണം ഇത് യൂണിസെക്സ് ആയിട്ട് മാറിയിട്ടുണ്ട്. മറ്റത് കൈൻഡ് ഓഫ് ഫീമെയിൽ ഫ്രാഗ്രൻസ് ആണ്. പക്ഷെ അത് ഫീമെയിൽസിന് നല്ല ഫ്രാഗ്രൻസ് ആട്ടോ, കയാലിയും പിസ്താഷ്യോസിയും. പിന്നെ റിവ്യൂ ഇടാം. ഇത് ഭയങ്കര അടിപൊളി സാധനം. അപ്പം ഇതൊരു സോളിഡ് 6 hours ലാസ്റ്റ് ചെയ്ത് കിട്ടുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു 2 to 3 feet പ്രൊജക്ഷനും ഉണ്ട്. നല്ല കോംപ്ലിമെന്റ് പുള്ളറുവാ. കുഴപ്പമില്ലാത്തൊരു ഫ്രാഗ്രൻസ് ആയത് കേട്ടോ. പക്ഷെ നിങ്ങൾ വനില ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടുന്നവരായിരിക്കണം. പിന്നെ ചിലരുടെ സ്കിന്നിൽ വനില പെർഫോം ചെയ്തില്ല, അത് നോക്കിക്കോണം കേട്ടോ. എനിക്ക് പാടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. വനില എന്റെ സ്കിന്നിൽ പെർഫോം ചെയ്യാൻ നല്ല പാടാണ്. ഞാൻ ക്ലോത്ത്സിലൊക്കെ അടിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പം ഇതാണ് കയർ പിസ്താഷ്യോസ് ബൈ പാരിസ് കോർണർ. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡിയോർ ഹോം ഇന്റൻസിന്റെ കോപ്പി ആണെങ്കിൽ പോലും അതിനെ ഔട്ട് പെർഫോം ചെയ്യുന്ന ഒരു സാധനമാണ് കയാൻ ക്ലാസിക്. അൽവത്താനിയ എന്ന് പറയുന്ന ബ്രാൻഡിന്റെയാണ് കയാൻ ക്ലാസിക്. ഇതൊരു ബീസ്റ്റ് മോഡ് ഐറിസ്, പൗഡറി ഐറിസ് ഫ്രാഗ്രൻസ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഡിയോർ ഹോം ഇന്റൻസ്, ഡിയോർ ഹോം പൗഡറി സിട്രസി ഐറിസ് ഫ്രാഗ്രൻസ് ആണ്. ഇത് ഉണ്ടോ, നല്ല അറ്റോമൈസർ ഒക്കെയാണ്. ഒരു അവിടെ അടിച്ചപ്പോ തന്നെ വന്നു. നല്ല പൗഡറി ഐറിസ്, നല്ല പൗഡറി ലിപ്സ്റ്റിക് എങ്ങനെ മണക്കുന്നു അതുപോലെ മണക്കും. ഇത് ടോട്ടലി യൂണിസെക്സ് ആണ്. നല്ല മസ്കുലർ എലമെന്റ് ഉണ്ട്. ലിപ്സ്റ്റിക് എന്ന് പറയുന്നതുകൊണ്ട് നിങ്ങൾ ഇത് ഫീമെയിൽസിന് ഉള്ളതല്ല, വിമൻസ് ഫ്രാഗ്രൻസ് ആണെന്ന് വിചാരിക്കേണ്ടത്. ഇത് നല്ല മസ്കുലർ ആയിട്ടുള്ള ഒരു ടച്ച് ഇതിനുണ്ട്. ബെർഗമോട്ട് ഓറഞ്ച് ടോപ്പ് നോട്ട് പറയുന്നത്. മിഡിൽ നോട്ട് ടസ്കൻ ഐറിസ്, റോസ്, ജാസ്മിൻ, സ്പൈസസ്. പിന്നെ ബേസ് നോട്ട് പറയുന്നത് വനില, മസ്ക്, സാൻഡൽവുഡ്, പച്ചൂളി എന്ന് പറയുന്നത്. എന്നിരുന്നാലും ഡിയോർ ഹോം ഇന്റൻസിന്റെ നല്ലൊരു ക്ലോണാണ്. അതിനേക്കാൾ നന്നായിട്ട് പെർഫോം ചെയ്യും. ലോഞ്ചിവിറ്റി എന്ന് പറയുന്നത് ഒരു 6 hours മിനിമം നിൽക്കും. നമുക്ക് നാട്ടിൽ നിന്ന് കിട്ടുന്നുണ്ട്. ബീസ്റ്റ് മോഡാണ്. അത്യാവശ്യം നല്ല രീതിയിൽ കോംപ്ലിമെന്റ്സ് കിട്ടും നിങ്ങൾക്ക്. മഴയുള്ള രാത്രികളിൽ അടിക്കാൻ പറ്റിയ സാധനം ഇത് കേട്ടോ. മഴയുള്ള രാത്രികളിൽ അടിക്കാൻ പറ്റിയ ഐറ്റം ഇത്. കോംപ്ലിമെന്റ്സ് വരുന്ന വഴി അറിയത്തില്ല. ആ ഇതിനകത്തൂടെ, ആ റെയിൻ്റെ അകത്തൂടെ കട്ട് ചെയ്ത് പ്രൊജക്ട് ചെയ്ത് കിടില്ല. പിന്നെ ഇതിന്റെ പ്രൈസ് റേഞ്ച് വരുന്നത് 3000 ചില്ലറ, ആ ഒരു റേഞ്ചിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ നോക്കിയിട്ട് വാങ്ങിക്കുക. അൽവത്താനിയ കയാൻ ക്ലാസിക്.
ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. അടുത്തതും ഒരു വനില ഫ്രാഗ്രൻസ്. ഞാനിത് റിവ്യൂ ചെയ്തിട്ടുള്ളതാണ്. ഫ്രഞ്ച് അവന്യൂവിന്റെ ലിക്വിഡ് ബ്രൗൺ കേട്ടോ. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മുടെ പെർഫ്യൂംസ് ഡി മാർലി അൽത്തയറിന്റെ ക്ലോൺ ആണെന്ന് പറയുന്നെങ്കിൽ പോലും പെർഫ്യൂംസ് ഡി മാർലി അൽത്തയർ മെഴ്സിഡസ് ബെൻസ് ക്ലബ് ബ്ലാക്കിന്റെ ക്ലോൺ ആണ്. അതുകൊണ്ട് മെഴ്സിഡസ് ബെൻസ് ക്ലബ് ബ്ലാക്കിന്റെ 2 ക്ലോണുകളാണ് അൽത്തയറും ലിക്വിഡ് ബ്രൗണും. ഇതിൽ ബെറ്റർ ക്ലോൺ ലിക്വിഡ് ബ്രൗൺ. അൽത്തയറിനേക്കാൾ നന്നായിട്ട് ഇത് പെർഫോം ചെയ്യുന്നുണ്ട്, എസ്പെഷ്യലി കേരളത്തില്. ഈ വനില എന്ന് പറഞ്ഞോണ്ടല്ലോ, സ്വീറ്റ് സ്പൈസി പൗഡറി വനിലയാണ്. ഈ വനില ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്ത പോലെ ഇങ്ങനെ മണക്കും. അതിന്റെ നമുക്ക് ഈ ഐസ്ക്രീം മണക്കുമ്പോൾ അത് ആ വനില അങ്ങനെ തന്നെയല്ലേ മണക്കുന്നത്. പക്ഷെ അതിന്റെ മേളിൽ ഒരു സ്ലൈറ്റ് പെപ്പറിഷ് പൗഡറി ടച്ചും കൂടെ വരും ഇതിന്. നല്ല കിടിലൻ ഫ്രാഗ്രൻസ് ആണ്. ഇതിന്റെ നോട്ട്സ് പറഞ്ഞു കഴിഞ്ഞാല് സിന്നമൺ, ഓറഞ്ച് ബ്ലോസം, കാഡമോ. നിങ്ങൾക്കറിയാം വനിലയും കാഡമവും കൂടെ വരുമ്പം എന്തായാലും സംഗതി ഹിറ്റാണെന്നുള്ളത്. മിഡിൽ നോട്ട് ബർബൺ വനില, എലമിൻ. ബേസ് നോട്ടില് പ്രലീൻ, അംബ്രോക്സൻ, ഗ്വാക്വുഡ്, മസ്ക്. അംബ്രോക്സൻ വാനില കാഡമം സ്പൈസി കോമ്പിനേഷനായി വരുന്നത്. നല്ല കിടിലനായിട്ട് പ്രൊജക്ട് ചെയ്യും, നല്ല രീതിയിൽ നടക്കും. വനില നിങ്ങളുടെ സ്കിന്നിൽ പെർഫോം ചെയ്യുന്നുണ്ടോ നോക്കണം. കുഴപ്പമൊന്നുമില്ല, ക്ലോത്തിൽ അടിച്ചു കൊടുത്താൽ മതി, പെർഫോം ചെയ്തോളും, പ്രശ്നമൊന്നുമില്ല. അങ്ങനത്തെ ഒരു ഫ്രാഗ്രൻസ് ആണ് ഇത്. ഇതിന്റെയും ഈ പ്രൈസ് റേഞ്ച് 3000 ചില്ലറയാണ് വരുന്നത്. നല്ല ക്വാളിറ്റി കേട്ടോ, നല്ല ക്വാളിറ്റിയാണ് മണക്കുന്നത്. എനിക്ക് അൽത്തയറിനേക്കാളും ഇഷ്ടപ്പെട്ട ഇതാണ്. പെർഫ്യൂംസ് ഡി മാർലി ആഫ്റ്റർ ഓൾ എനിക്ക് വലിയൊരു താല്പര്യമുള്ള ഒരു ഹൗസ് അല്ല. അവരുടെ ഫ്രാഗ്രൻസ് ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാൽ കൂടെയും എവിടെന്നെങ്കിലും ഒക്കെ ചൂണ്ടി നല്ല വിലക്ക് വിൽക്കുന്ന ടീംസ് ആയത് കാരണം എനിക്കൊരു എന്തോ ഒരു മനസ്സ് മടുപ്പുണ്ട്. അതുകൊണ്ടാണ് ഭയങ്കര ഇൻസൈൻ പ്രൈസസ് ആണ്. അതായത് ഒരു മര്യാദയ്ക്കൊക്കെ ഒന്ന് വിൽക്കുവാണെങ്കിൽ ഒരു $100 അല്ലെങ്കിൽ ഒരു $150 റേഞ്ചിലൊക്കെ വിൽക്കുവാണെങ്കിലും കുഴപ്പമില്ല. ഇതിപ്പം അങ്ങനെ അങ്ങ് പോയി ഒരു 300 ആ റേഞ്ചിലൊക്കെ വരെ കയറ്. അതെന്തേലും ആട്ടെ. നിങ്ങൾക്ക് നല്ലൊരു ഫ്രാഗ്രൻസ് ആയത് കേട്ടോ. ലിക്വിഡ് ബ്രൗൺ നല്ല അടിപൊളിയാണ്. ഫ്രഞ്ച് അവന്യൂവിന്റെ ഫ്രാഗ്രൻസസ് എല്ലാം സ്റ്റാൻഡേർഡ് ആണ്. സോറി, ഞാൻ സ്പെക്ടർ ഗോസ്റ്റ് അവിടെ ഇരിപ്പുണ്ടായിരുന്നു, എടുക്കാൻ മറന്നുപോയി. അടുത്ത വീഡിയോയിൽ ഇടാം. ഇനിയും കുറെ ഉണ്ട് ക്ലോണില്. ഒരു വീഡിയോ കൊണ്ടൊന്നും തീരത്തില്ല മഴക്കാലത്ത് അടിക്കാൻ പറ്റിയ ക്ലോൺസ്. ഇത് മഴയത്ത് ഡേ ആണെങ്കിലും നൈറ്റ് ആണെങ്കിലും അടിച്ചാൽ പൊളിക്കും. കുറച്ചുകൂടെ ബെറ്റർ ഈവനിങ് നൈറ്റിലാണ് കേട്ടോ. അതാണ് അത്. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലത്താഫയുടെ അൽ നഷാമ. അത്രേ ഉള്ളൂ കേട്ടോ. കാപ്രീസ് വേറെ, അൽ നഷാമ കാപ്രീസ് എന്ന് പറഞ്ഞൊരു സാധനം. ഇതിന്റെ ഇതുണ്ടോ, ക്യാപ്പ് നമ്മുടെ ബോട്ടിലിനേക്കാളും വലുതാ. അപ്പൊ ഞാനതവിടെ മാറ്റി വയ്ക്കാം. ഈ അൽ നഷാമയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇത് ഭയങ്കര പൗഡറി നല്ല ഡെലീഷ്യസ് പ്ലം ആണ് ഇതിനകത്ത് വരുന്നത്. പ്ലമ്മും ലെതറും കൂടെ. ഫ്രൂട്ടി സ്വീറ്റ് സ്പൈസി പൗഡറി പ്ലം ആണ് ഇത് വരുന്നത്. ഇത്രയും ഫ്രാഗ്രൻസ് പരിചയപ്പെട്ടതിൽ ഇനി പരിചയപ്പെടുത്താൻ പോകുന്നതിലും എന്റെ ഫേവറേറ്റ് ഇതാണ് കേട്ടോ. ഞാൻ മഴയത്ത് അടിക്കണമെങ്കിൽ ഞാൻ അടിക്കുന്ന ഇതാണ് കൂടുതൽ. മറ്റൊന്നും ഫേവറേറ്റ് അല്ലെന്നല്ല, ബട്ട് എനിക്ക് കുറച്ചുകൂടി ഒരു അറ്റാച്ച്മെന്റ് ഇനീഷ്യൽ സൈഡ് എഫക്ട്സ് അല്ലെങ്കിൽ ഇനീഷ്യൽ സൈഡ് എഫക്റ്റ് അല്ല, ഞാൻ വിട്ടുപോയി, വെരി സോറി. പാരഗൺ ആണ്, പാരഗൺ കേട്ടോ. പാരഗണിന്റെ ക്ലോൺ ആയത്. ഇനീഷ്യൽ കുറെ ഫ്രാഗ്രൻസ് ഉണ്ട്, അപ്പൊ ചിലപ്പോൾ പേര് മാറിപ്പോകുന്നു. പാരഗണിന്റെ ക്ലോൺ ആയത്. ഇനീഷ്യോ പാരഗൺ എനിക്ക് എന്റെ ഒരു ഭയങ്കര ഫേവറേറ്റ്സ് തോന്നുന്നത്. ഞാനത് ഗേറ്റ് കീപ്പ് ചെയ്യുന്ന ഒരു ഫ്രാഗ്രൻസ് ആണ്. അപ്പം എപ്പോഴും അടിച്ചു തീർക്കാൻ പറ്റത്തില്ല. പക്ഷെ ഇത് കിഡിലനാണ്. അതുപോലെ തന്നെ ഉണ്ടെങ്കിൽ ലത്താഫ വിന്റേജ് റേഡിയോ ഇതുപോലെ തന്നെ കേട്ടോ. ഇത് തമ്മിൽ മാറ്റമൊന്നുമില്ല. എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് വിന്റേജ് റേഡിയോയേക്കാൾ ഇതാണ്. ഇനീഷ്യോ പാരഗണിനോട് ക്ലോസ് വിന്റേജ് റേഡിയോ കുറച്ചുകൂടെ. അതൊക്കെ വളരെ ചെറിയ ശതമാനമേ ഉള്ളൂ. നിങ്ങളിങ്ങനെ സൈഡ് ബൈ സൈഡ് മണത്താലേ അത് അറിയാൻ പറ്റുള്ളൂ. പക്ഷെ ഇതിന് കുറച്ചുകൂടെ ലെതർ പ്രോമിനന്റ് ഈ സാധനത്തിന്. ഇതിന്റെ നോട്ട്സ് ഞാൻ പറഞ്ഞുതരാം. ബെർഗമോട്ട്, പിങ്ക് പെപ്പർ, സേജ് ടോപ്പ് നോട്ടിൽ വരുന്നത്. മിഡിൽ നോട്ടിൽ പ്ലം, ബ്ലാക്ക് പെപ്പർ, ജാസ്മിൻ. ബേസ് നോട്ടിൽ വരുന്നത് ലെതർ, അംബ്രോക്സൻ, പച്ചൂളി, മോസ്. ഈ മോസും ലെതറും പ്ലമ്മും പെപ്പറും സിട്രസസും ഇത്രയും സാധനങ്ങളാണ് ഇതിനകത്ത് പ്ലേ എന്ന് പറയുന്നത്, മെയിൻ പ്ലേ എന്ന് പറയുന്നത്. നല്ല ഡിലീഷ്യസ്, അടിപൊളിയാണ്. ഇത് ഡേയിലും നൈറ്റിലും ഒരുപോലെ അടിക്കാം. നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്യും. 12 hours അടുത്ത് ലാസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ സാധനം ക്ലോത്ത്സിലൊക്കെ. ആദ്യത്തെ ഒരു 3-3.5 മണിക്കൂർ നല്ല പ്രൊജക്ഷൻ നന്നായിട്ടുണ്ട്. കോംപ്ലിമെന്റ് പുള്ളറാണ്.
കൂടുതലും ഫീമെയിൽസ് ആയിരിക്കും നിങ്ങളോട് ചോദിക്കുക ഇത് ഏതായി അടിച്ചിരിക്കുന്നതെന്ന്. കാരണം ഇത് മെയിൽ എലമെന്റ് കൺവേ ചെയ്യുന്ന ഒരു ഫ്രാഗ്രൻസ്, ആ ഒരു മെയിൽ ക്യാരക്ടർ ശരിക്കും കൺവേ ചെയ്യുന്നുണ്ട് ഈ ഫ്രാഗ്രൻസ്. ഇതിനകത്ത് നമ്മുടെ ഒറിജിനൽ പാരഗണിനേക്കാൾ സ്വല്പം കൂടെ ലെതർ ഹെവിയാണ്. സൂപ്പർ ആട്ടോ, അടിപൊളിയാണ്. നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുവാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വേറൊന്നുണ്ട് കേട്ടോ, അൽനഷമ കാപ്രീസ്, നമ്മുടെ പഴയ ലാനോയിഡിലും ബ്ലൂ ഇലക്ട്രിക്കിന്റെ നിന്ന് പോയ സാധനം, അത് അതിന്റെ ക്ലോണാണ്. അതും കിടിലാണ്. പക്ഷെ അതിപ്പം മഴക്കാലത്ത് ഇടയ്ക്ക് അടിച്ചുകൊണ്ട് പോകാനായിട്ട് കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോ എടുത്തില്ലെന്നേ ഉള്ളൂ, എല്ലാം കൂടെ എടുക്കാൻ പറ്റത്തില്ലല്ലോ, കുറെ ഫ്രാഗ്രൻസ് ഉണ്ട്, അപ്പം എല്ലാം കൂടെ എടുക്കാൻ പറ്റത്തില്ല. പക്ഷെ ഇത് അടിപൊളിയാണ്. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോവാം. സിസറേബിയൻ ഷാഗഫ് ഊദ്. കുറെ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു എന്റെ അറേബ്യൻ ഊദ് റിസാലയുടെ വീഡിയോ കണ്ടിട്ട്, റിസാല എങ്ങനെയാണ് മണക്കുന്നത്, റിസാല എവിടെ കിട്ടും. നിങ്ങൾ റിസാലയുടെ കൂടെ പോകണമെന്ന് തന്നെ ഇല്ല. എന്റെ അമ്മേ, ഇത് ഷാഗഫൂദ് ഉണ്ടല്ലോ, റിസാലയുടെ ഒരു കുഞ്ഞനിയനായിട്ടാണ് മണക്കുന്നത്. കണ്ടോ, കിഡിലിന് അറ്റോമൈസറൊക്കെയാണ്. സ്വീറ്റ് ഊദ് വനില റോസ് ആണ് ഇതിനകത്ത് വരുന്നത്. നല്ല ക്വാളിറ്റി റോസും വനിലയും ഊതും കൂടെ കൂടി മണക്കും. റിസാലയുടെ ടോപ്പ് നോട്ടിലെ ആ ഒരു സാധനമൊക്കെ ഇത് നന്നായിട്ട് സ്റ്റീൽ ചെയ്തിട്ടുണ്ട്. റിസാലയുടെ ആയിട്ടുള്ള ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ, റിസാല ഒരു ഡാർക്ക് ചോക്ലേറ്റ് ഡ്രൈ ഡൗണിലോട്ട് പോകും. നമ്മുടെ ഗ്രാൻവില ടൈപ്പ് ഓഫ് ചോക്ലേറ്റ്സ് മണക്കുന്ന പോലെ ആ ഡ്രൈ ഡൗണിലോട്ട് പോകും. ആ ഡ്രൈ ഡൗൺ ഇഷ്ടമില്ലാത്തവരുണ്ട്, ആ ഡ്രൈ ഡൗൺ ഇഷ്ടമുള്ളവരുണ്ട്. എന്റെ അനിയൻ ആ ഡ്രൈ ഡൗൺ ഇഷ്ടമല്ല, അവൻ എന്നെ കാറേ നിറക്കി വിട്ടിട്ടുണ്ട് റിസാല അടിച്ചിട്ട് ആ ഡ്രൈ ഡൗൺ നിന്നപ്പോൾ തലവേദന എടുക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളൂ. അപ്പൊ ആ ഡ്രൈ ഡൗൺ ഇഷ്ടമില്ലാത്തവർക്ക് കുറച്ചുകൂടെ ആപ്റ്റ് ആയിട്ടുള്ള സാധനമാണിത്. കണ്ടോ, സിസറേബിയൻ ഷാഗഫൂദ്. ഷാഗഫൂദ്, അസറക്ക്, അസ്വദ്, അങ്ങനെ കുറെ ഫ്ലാങ്കേഴ്സ് ഉണ്ട് ഷാഗഫൂദിന്റെ. ആൽമണ്ട് ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ പച്ച കളറിലെ സാധനം വാങ്ങിക്കുന്നതിന് കുഴപ്പമില്ല. നിങ്ങൾക്ക് ആൽമണ്ടി ടൈപ്പ് ഓഫ് ഫ്രാഗ്രൻസ് ഇഷ്ടമെങ്കിൽ ഇതിന് പകരം അത് ഉപയോഗിക്കാം. അത് റിവ്യൂ ഇടാം, ഞാൻ ആ ലൈൻ റിവ്യൂ ഇടാം കേട്ടോ. ഇതെന്റെ ഫേവറേറ്റ്സിലൊന്നേ സിസറേബിയൻ ഷാഗഫൂദ്. ഇതിന്റെ പ്രൊജക്ഷൻ ഭയങ്കരമാണ്. ലോഞ്ചിവിറ്റി 12 hours ഉണ്ട്. മഴക്കാലത്ത് ഡേ ആണെങ്കിലും നൈറ്റ് ആണെങ്കിലും നിങ്ങൾക്ക് അടിക്കാൻ പറ്റുന്ന ഒരു ഫ്രാഗ്രൻസ് ആണ്. പിന്നെ ആളുകൾ ചോദിക്കുന്നുണ്ടായിരുന്നു കല്യാണത്തിന് അടിക്കാൻ പറ്റിയത്, കല്യാണ ചെറുക്കന് അടിക്കാൻ പറ്റിയ സാധനം ഇത് കേട്ടോ, സിസറേബിയൻ ഷാഗഫൂദ്. എപ്പോ വേണമെങ്കിലും ഭയങ്കര വെർസറ്റൈലാണ്. സ്റ്റിൽ മഴക്കാലത്ത് കുറച്ചുകൂടെ മിന്നിക്കും ഈ സാധനം. ഒരു ഈ ഗുർമണ്ടിഷ് വൈബുള്ള, നിങ്ങൾക്ക് ഈ മഴയത്തല്ലേ ഈ പറഞ്ഞ പോലെ മഴ പെയ്യുമ്പോൾ വിശപ്പുണ്ടാകുന്നവരുണ്ടോ? എനിക്കുണ്ടാവാറുണ്ട്. അപ്പൊ ആ ഒരു ടൈപ്പ് ഓഫ് ഫീലിംഗ് ആണ് നമുക്ക് മഴയത്ത് വേണ്ടത്. അപ്പൊ ആ ഒരു ഫീലിംഗ് എൻഹാൻസ് ചെയ്യുന്ന ഫ്രാഗ്രൻസസ് ഇതല്ല, കിടിലിന് കേട്ടോ. അപ്പൊ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് പറ്റുന്നവരൊന്ന് മണത്ത് നോക്കുക. ഇനി അടുത്തതാണ് ലത്താഫ കമ്ര. ലത്താഫ കമ്ര നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കിലിയൻ ഏഞ്ചൽ ഷെയറിന്റെ ക്ലോൺ ആയിട്ട് ലോകത്തെല്ലാം ഫേമസ് ആയതാണ്. നല്ല ബേക്ക്ഡ് ബിസ്ക്കറ്റ്സ് എങ്ങനെ മണക്കുന്നു അതുപോലെ മണക്കും. മഴയത്തടിക്കാൻ പറ്റിയ സാധനമാണ്. അത്യാവശ്യം 6 hours ലോഞ്ചിവിറ്റി ഉണ്ട്, നല്ല രീതിയിൽ പ്രൊജക്റ്റും ചെയ്യുന്നുണ്ട്. ഇത് ഒരുപാട് ഹൈപ്പുള്ള ഫ്രാഗ്രൻസ് ആണ്. ഞാനിപ്പോ ഇതിനെക്കുറിച്ച് പ്രത്യേകം പറയണമെന്നില്ല. ഇതിനകത്ത് നോട്ട്സ് പറയുന്നത് സ്വീറ്റ്, വാം, സ്പൈസി, വാനില, സിന്നമൺ, നട്ട്മെഗ്, ബെർഗമോട്ട് ടോപ്പ് നോട്ട്, ഡേറ്റ്സ്, പ്രാലീൻ ഒക്കെ മിഡിൽ നോട്ടില്, വനില, ടോങ്ക, മിർ, ബെൻസോയിൻ, അക്കിഗാല വുഡ്, അംബർ വുഡ്, ഇത്ര സാധനങ്ങൾ ബേസിൽ. എന്തൊക്കെയാണെങ്കിലും ഏഞ്ചൽ ഷെയറിന്റെ ക്ലോൺ സച്ച് ക്ലോൺ എന്ന് പറയാൻ പറ്റത്തില്ല. ഒരു 70% ഏഞ്ചൽ ഷെയറുമായിട്ട് സിമിലാരിറ്റി ഉണ്ട്. ബാക്കിയുള്ള സാധനം ഇതിന്റെ ഓൺ പരിപാടി ചെയ്യുന്നുണ്ട്. ആ ഡേറ്റ് നോട്ടൊക്കെ നന്നായിട്ട് ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. ആ ഡേറ്റ് നോട്ടൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് വേറൊരു ഡയറക്ഷനിലാണ്. എനിക്ക് വേറൊരു സാധനം കൂടി ഉണ്ട്, സിമയ ഷെർഫ് ബ്ലെൻഡ്. സിമയ ഷെർഫ് ബ്ലെൻഡ് ഏഞ്ചൽ ഷെയറിനോട് കുറച്ചുകൂടെ സിമിലർ ആണ്. ഈ സാധനം ഏഞ്ചൽ ഷെയറിനോട് സിമിലർ ആണ്. ഇത് ലത്താഫ ഏഞ്ചൽ ഷെയറിനോട് സിമിലാരിറ്റി ഉണ്ട്. അറ്റ് ദ സെയിം ടൈം ഇത് വേറൊരു രീതിയിലുള്ള ഒരു ഡീവിയേഷൻ എടുക്കുന്നുണ്ട് ഈ ലത്താഫ. എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ടത് ലത്താഫയാണ്. കാരണം ഈ ലത്താഫയ്ക്ക് ഇതിന്റെ ഓൺ ഐഡന്റിറ്റി ഉണ്ട്. ഇത് രണ്ടിൽ ഏത് വാങ്ങിച്ചടിച്ചാലും നിങ്ങൾക്ക് കോംപ്ലിമെന്റ്സ് ഉറപ്പാണ്. ഡേ ടൈം നൈറ്റ് ടൈം എല്ലായിടത്തും അടിക്കാം, കുഴപ്പമില്ല കേട്ടോ. ഇനി അടുത്ത ഫ്രാഗ്രൻസ് ആണ്. ഇന്ന് റിവ്യൂ ചെയ്ത എല്ലാ ഫ്രാഗ്രൻസും 3000 റേഞ്ചിലുള്ളതാണ് കേട്ടോ ടോട്ടൽ. അടുത്ത ഫ്രാഗ്രൻസ് ആണ് അഹമ്മദുൽ മഗ്രിബി ലത്താനി. ഇതൊരു മാസ്റ്റർ പീസ് ആയിട്ട് ഇത് ഞാൻ കയ്യിലടിക്കാം. കണ്ടോ,
അറ്റമൈസറൊക്കെ ഉണ്ടോ? ഓ, ഇതെപ്പോഴാണ് അടിക്കേണ്ടതെന്ന് ഞാൻ പറയാം. കോരിച്ചൊരിയുന്ന മഴയുള്ള രാത്രികളിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ അടിക്കാൻ പറ്റിയ ഐറ്റം ഇതാ, അഹമ്മദ് മഗ്രിബി ലത്താനി. ഇത് നമ്മുടെ ഗിസ ഇമ്പീരിയൽ വാലി ആ ഒരു ലൈനപ്പിലുള്ള ഒരു ഫ്രാഗ്രൻസ് ആണ്. പക്ഷേങ്കിൽ ആ ഒരു ലൈനപ്പിലുള്ള റീഫ് 33 ഞാൻ തോന്നുന്നു, ഗിസ ഇമ്പീരിയൽ വാലി, ലത്താനി, ഇതെല്ലാം ഈ പറഞ്ഞ പോലെ കുറച്ചൊക്കെ പല ഫ്രാഗ്രൻസ് നീഷ് ഫ്രാഗ്രൻസുകളിൽ നിന്ന് മോഷ്ടിച്ചതാണ് ഇതിൻ്റെയൊക്കെ DNA. ഇൻ കേസ് ഇമ്പീരിയൽ വാലി ആണെങ്കിൽ തന്നെ അത് നമുക്ക് ചെറുതായിട്ട് മോഷണം മനസ്സിലാവും. അപ്പോൾ എന്നിരുന്നാലും അവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ആ ഒരു രീതിയിൽ അതിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നില്ല. ഇത്രയും ഫ്രാഗ്രൻസുകൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതാ, ലത്താനി. ഇപ്പൊ അഹമ്മദ് മഗ്രിബിക്ക് കിട്ടാൻ പറ്റുന്നതിൽ വെച്ച് ഏറ്റവും നല്ല സെന്റ് പ്രൊഫൈൽ ലത്താനി എന്ന് പറയുന്നത്. ഇതിന് കുറച്ചും കൂടെ ഒരു ലൈവ് ആണ് ഫ്രാഗ്രൻസ്, കുറെ കൂടെ ഒരു ഡെപ്ത് ഉണ്ട്, കുറച്ചുകൂടി ഒരു ലൈവ് ആണ്. മഴക്കാല രാത്രികളിൽ അടിച്ചാൽ നല്ലതായിട്ട് മിന്നിക്കും കേട്ടോ. ഇത് അല്ലാതെ പകലടിച്ചു കഴിഞ്ഞാൽ ഇതിനധികം ലോഞ്ചിവിറ്റി പ്രൊജക്ഷൻ പ്രോബ്ലം നമുക്ക് കേരളത്തിൽ ഉണ്ട്. പക്ഷെ രാത്രിയിൽ നല്ല പ്രൊജക്ഷന്, ആ ഒരു ഹീറ്റ് കുറയുമ്പോൾ ഇത് ഭയങ്കരമായിട്ട് പ്രൊജക്ട് ചെയ്ത്. അപ്പം മഴക്കാല രാത്രികളിൽ അടിക്കാനായിട്ട് പറ്റിയ സാധനമാണ്. 3000 എബോ ഇതിനാവും. അപ്പം ഇതിന്റെ നോട്ട്സ് ഞാൻ പറഞ്ഞുതരാം. ഊത് റോസ്മേരി മേളിൽ വരും. ബേസ് നോട്ട് വരുന്നത് ബഖൂറും ലെതറുമാണ്. കൈൻഡ് ഓഫ് ഊത് ബഖൂർ പോലെ മണക്കുന്ന ഒരു സാധനം. ഔട്ട്ഡോർ കാര്യങ്ങൾക്കേ പറ്റുള്ളൂ. ഇൻഡോർ കാറിനകത്തൊക്കെ ഇരുന്നൊക്കെ യാത്ര ചെയ്യണം എന്നുണ്ടെങ്കിൽ, രാത്രിയാണെങ്കിൽ കുഴപ്പമില്ല, മഴയൊക്കെ പുറത്തുണ്ടെങ്കിൽ കൂടെയുള്ളവർക്ക് എൻജോയബിൾ ആയിരിക്കും ഇത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. ഔട്ട്ഡോർ ഫംഗ്ഷൻ അങ്ങനത്തെ സാധനങ്ങളിലൊക്കെയാണ് ഇത് ബെസ്റ്റ് കേട്ടോ. അപ്പൊ ഇത്രയാണ് കുറച്ച് ഫ്രാഗ്രൻസുകളുടെ വിശേഷങ്ങൾ. ഞാൻ ബാക്കിയും കൂടെ റിവ്യൂ ഇടാം. കുറെ കൂടെ ക്ലോൺസും കുറെ കൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഓപ്ഷൻസ് ഉണ്ട്. അത് കഴിഞ്ഞ് ഡിസൈനർ, അത് കഴിഞ്ഞ് നീഷിനെ പറ്റി പറയാം. അപ്പം എല്ലാവർക്കും നല്ലൊരു ഡേയും നല്ലൊരു നൈറ്റും ഒക്കെ ആശംസിക്കുന്നു. വീഡിയോ കുറച്ച് ലെങ്തി ആണെന്ന് തോന്നുന്നു. അപ്പം മറ്റൊരു വീഡിയോ വരെയും ബൈ.